Hey guys, welcome back. ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ കയറാൻ പോകുന്ന 6 വൈൽഡ് കാർഡുകൾ ആരൊക്കെ? 6 വൈൽഡ് കാർഡോ? അത് ഇച്ചിരി കൂടുതലല്ലേ? സാധാരണ 2-3 ആണല്ലോ വരാറ്. ഓക്കെ, നോക്കട്ടെ. ലിസ്റ്റിൽ ആദ്യം പറയുന്ന പേരെന്ന് പറയുന്നത് നമ്മുടെ ബിഗ് ബോസ് റിലേറ്റഡ് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആള് തന്നെയാണ്. മറ്റാരുമല്ല, സായി കൃഷ്ണ. അതെ, കുറച്ചും കൂടെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നെങ്കിൽ സീക്രട്ട് ഏജന്റ്. അതെ, സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണയാണ്. ഇന്ന് രാത്രി മുതൽ ബിഗ് ബോസിന്റെ ചരിത്രം മാറ്റി എഴുതാൻ വേണ്ടിയിട്ട് നമ്മുടെ അരിയണ്ണൻ കൂടെ 5 പേരും പോകുന്നുണ്ടെന്ന് പറയുന്നത്. മെയിനായിട്ട് അരിയണ്ണൻ്റെ എൻട്രിക്ക് വേണ്ടി സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന മലയാളികൾ മുഴുവൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് നോക്കാം എന്ത് സംഭവിക്കും എന്നറിയില്ല. അണ്ണൻ്റെ ചാനലിൽ ഇന്നലെ രാത്രി മുതൽ അണ്ണൻ്റെ വൈഫ് സ്നേഹ ചേച്ചിയാണ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ന് രാത്രി ആ ഒരു എൻട്രി ഉണ്ടല്ലോ, ഒരു 1.5 എൻട്രി ആയിരിക്കും. എൻട്രി എന്താകുമെന്ന് അറിയില്ല. എഴുതി വെച്ചോ, കാറിലിരുന്ന് സംസാരിക്കുന്നത് പോലെ ഇവൻ അവിടെ ആരോടും നേരിട്ട് സംസാരിക്കില്ല. ജാസ്മിൻ്റെ ലൂപ്പിൽ ചെന്ന് പെടാനാണ് ഏറെ സാധ്യത. കരിനാക്ക് കളച്ചൊന്നും പറയാതെ എന്താ സംഭവം എന്നറിയില്ല. നമ്മൾ കാറിൻ്റെ ഉള്ളിൽ നിന്നുള്ള വീഡിയോസാണ് കണ്ടത്, പുറത്തുനിന്നുള്ള ഇത് കണ്ടിട്ടില്ല. എന്തായാലും വൈൽഡ് കാർഡ് വരുന്നതിൽ ഇത്രയും കൂടുതൽ വെയിറ്റ് ചെയ്തിരുന്ന സീസൺ മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. നമുക്ക് എന്തായാലും വീക്കെൻഡിൽ ഫസ്റ്റ് ഡേയിൽ എന്താ സംഭവിച്ചെന്ന് നോക്കാം. ആർക്കും ഇത് മനസ്സിലാകാത്ത പോലെ എന്നെ സൂക്ഷിച്ചു നോക്കുന്നു. ഇതൊരു ഗ്യാസ് എന്ന് പറയുന്നത് ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, കുക്കിംഗ്. അതൊരാൾ തുറന്നിട്ടിട്ട് പോവാ. ആരാണ് തുറന്നിട്ടിട്ട് പോയത്? എന്ത് സംശയം, ജാസ്മിൻ ആയിരിക്കും. സാധാരണ ഇങ്ങനെ വള്ളിക്കേസൊക്കെ ജാസ്മിന്റെ തലേക്കാണല്ലോ വരാറ്. അറിയില്ല. ജാസ്മിൻ എന്താണ് പറയാനുള്ളത്? അയ്യോ എനിക്ക് അറിഞ്ഞൂടാ. നല്ല പുള്ളി ചമയാൻ നോക്കുന്നുണ്ട്. എന്തായാലും അറിയാം ഇതും പെട്ടിട്ടുണ്ട് എന്ന്. കുക്ക് ചെയ്താരാണ് അവിടെ? എനിക്ക് ഓർമ്മയില്ലെന്നല്ല ഞാൻ ചോദിച്ചേ. നിങ്ങൾ കുക്ക് ചെയ്തിരുന്നോ? എനിക്ക് ഓർമ്മയില്ല. ഇത്രയും ഓർമ്മയില്ലാത്ത ഒരു കുട്ടിയെ ഇത്രയും വലിയൊരു ഷോയിന്റെ അകത്ത് ഇങ്ങനെ പിടിച്ചിരുത്തേണ്ട വല്ല ആവശ്യമുണ്ടോ ബിഗ് ബോസെ? ഞാൻ അറിയാൻ മേലെ ചോദിക്കാം, എന്ത് കാര്യത്തിനാണ് ഇറക്കി വിട്ടൂടെ പുറത്തേക്ക്? ഓർമ്മശക്തി ഇല്ലാത്തൊരു കുട്ടീനെ അതിൻ്റെ ഉള്ളിൽ എത്ര കാലം വെച്ചിട്ടാണ് നിങ്ങൾ പിടിച്ചു നിർത്തുക? അത് വളരെ മോശമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കി ഞാൻ കാണിച്ചു തരാം ഇത് ആരാണെന്ന്. കൊള്ളാലോ. 10-20 പേര് അതിൻ്റെ ഉള്ളിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലും ഒരു പൊട്ടത്തരം കാണിച്ചാൽ മതി. അതുകൊണ്ട് ബിഗ് ബോസ് ഇതൊക്കെ മുൻകൂട്ടി അവിടെ സെറ്റ് ചെയ്ത് വെച്ചതാണ്. ബാക്കി നോക്കട്ടെ. ഇതാരാണ്? ജാസ്മിൻ. ഒരു കാര്യം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ചെയ്യണം എന്നുള്ളത് ബേസിക് ആയിട്ട് ഒരു കോമൺ സെൻസ് ആണ്. ജാസ്മിൻ എന്താ പറഞ്ഞേ? എനിക്ക് ഓർമ്മയില്ലായിരുന്നു. ബിഗ് ബോസ് ഇത് വളരെ മോശമാണ്. ഒരു ഓർമ്മ ഇതിപ്പോൾ ഇന്നും തുടങ്ങിയല്ലോ. ഇപ്പം ഒരു മാസത്തോളം 28 ദിവസങ്ങനായിട്ട് കുട്ടിക്ക് തീരെ ഓർമ്മയില്ല. വളരെ മോശമാണ്. ഓക്കെ, ബാക്കി എന്ത് സംഭവിച്ചു നോക്കാം. എന്റെ ഇഷ്ടപ്രകാരം ഈ 2 പേരെയും ഈ വീട്ടിൽ ഞാൻ പുറത്താക്കുന്നു. ജിൻഡോനെയും ഗബ്രിനെയും എന്തിനായിരുന്നു ഇന്നലെ പുറത്താക്കിയെന്ന് വെച്ചാൽ അറിയാത്തവർക്ക് പറഞ്ഞുതരാം. അതിലുള്ള കണ്ടസ്റ്റൻസ് തന്നെ അശ്ലീല വാക്കുകൾ യൂസ് ചെയ്യുന്ന ആളുകളുടെ തലയിൽ കൊണ്ടിട്ടിടുക. അങ്ങനെ ഏറ്റവും കൂടുതൽ കിട്ടിയത് ജിൻഡോക്കാണ് 8 എണ്ണം. പിന്നെ ഗബ്രിക്ക് 3 എണ്ണം കിട്ടി. അഡൽട്ട് ഓൺലി 18+. അഡൽട്ട് ഓൺലി. അപ്പം ലാലേട്ടൻ സ്വയം തീരുമാനിച്ച് പുറത്താക്കുകയാണ്. ഇവിടെ ബാഡായിട്ട് ഫീൽ ചെയ്തൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും നല്ല ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ജിൻഡോനെ ആരും ഇവിടുന്ന് മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും ജിൻഡോ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? എന്താ സംഭവം? ജിൻഡോനെ ആരും എല്ലാവരും ഹഗ് ചെയ്യുന്നത് ഗബ്രിനെയാണ്. അത് ബേക്കിൽ ഇങ്ങനെ നോക്കിയേ ജാൻമണി ആണ് ആകെ പോയിട്ട് ഹഗ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് ജാസ്മിന് ഈ നമ്മൾ ഗൾഫിലൊക്കെ പോകുമ്പോൾ ആളുകളെ എയർപോർട്ടിൽ കൊണ്ടയക്കാറില്ലേ, അപ്പം ഭർത്താവിനെ ഭാര്യ വന്നിട്ട് കെട്ടിപ്പിടിച്ച് ആ ഒരു എക്സ്പ്രഷൻ ആയിരുന്നു അവിടെ. സത്യം പറയില്ല, ജാസ്മിൻ ആകെ ഷോക്കായി പോയിട്ടുണ്ട്. ജാസ്മിൻ ഇപ്പം തിങ്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എങ്ങനെ ഇവിടെ സർവൈവ് ചെയ്യും? ഗബ്രില്ലാതെ ഞാൻ എങ്ങനെ ഇവിടെ നിൽക്കും? അതാണ് ഇപ്പോൾ ജാസ്മിൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഉറപ്പാണ്, 100% ഉറപ്പാണ്. അതാണ് തിങ്ക് ചെയ്യുന്നത്. ഗബ്രി ഞാനും ഉണ്ട്. ഞാനിനി എന്ത് ചെയ്യും? അല്ലയ്യ, എന്ത് ചെയ്യും? എൻ്റെ ഗബ്രിക്കാക്കല്ലാണ് ഞാൻ എങ്ങനെ ഇവിടെ നിൽക്കുക ഇനി? സംഭവം ഒന്ന് ഞെട്ടിച്ചാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് വാണിംഗ് ഒക്കെ കൊടുത്ത് എന്തോ 1000 പോയിന്റ്സ് ഒക്കെ കുറച്ചിട്ട് ഇറക്കിയിട്ടുണ്ട്. ആള് പോലും മൈൻഡ് ചെയ്യാത്ത മറ്റേ ജാൻമണി മാത്രമേ മൈൻഡ് ചെയ്തിട്ടുള്ളൂ. ഒറ്റ ഒരാൾ മൈൻഡ് ചെയ്തിട്ടില്ല.
പക്ഷെ തിരിച്ച് കയറിയപ്പോൾ എല്ലാവരും ഭയങ്കര സംഭവമാക്കി. കാരണം ആകെ ഒരു കോമ്പറ്റീഷനായിട്ട് നിൽക്കുന്ന ജിൻഡു ആണ് ഇപ്പോൾ ഉള്ളത്. ആകെ സംസാരിക്കുന്ന ആകെ ജിൻഡു ആണ്. പിന്നെ ആ ഋഷിയൊക്കെ വെറുതെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ജിൻഡു പോകണം എന്ന് ഏകദേശം എല്ലാവർക്കും ഉണ്ടാവും. ദെൻ നിങ്ങൾ 3 പേരും ഇനി ഈ ആഴ്ചയിൽ ഫസ്റ്റ് ഒരാൾ പോകുന്നുണ്ട്. അതിൽ ഒന്ന് ഋഷിയും പിന്നെ എന്താ കുട്ടീൻ്റെ പേര് നോറയും പിന്നെ യമുന ചേച്ചിയും. ഇവർ 3 പേരിൽ ഒരാളിന്ന് പോകും. യമുന, നിങ്ങൾ ഈ മത്സരത്തിൽ നിന്നും പുറത്തായിരിക്കുന്നു. എന്ത് പറ്റിച്ചാനു? എന്നിട്ട് കരഞ്ഞ് ലാസ്റ്റ് എടുത്തിട്ട് മെഡിക്കൽ റൂമിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ദെൻ എന്ത് തോന്നുന്നു? നമ്മൾ ആരും പുറത്തുനിന്ന് കാണുന്ന ഒരു സംഭവമേ അല്ല അകത്ത് നടക്കുന്നത്. അതെ, ഒരിക്കലും അല്ല. ഈ 2 ദിവസം മുമ്പുള്ള ഫാഷൻ ഷോ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയിട്ടുണ്ട് മിക്കവാറും ഈ ആഴ്ച പോകാൻ ചാൻസ് ഉണ്ട് എന്ന്. അതേപോലെ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും യമുന ചേച്ചി 4 ആഴ്ച ആയോ? 1 മാസം ആയോ അത്? ഇത് തുടങ്ങിയിട്ട് 1 മാസമായി ഇപ്പോൾ. ഓക്കെ, എന്തായാലും വൈൽഡ് കാർഡ് വരട്ടെ, പവർ വരട്ടെ. ഇത്രയും കാലം ഉണങ്ങിക്കിടന്നിരുന്ന ബിഗ് ബോസ് ഉണരാൻ പോവുകയാണ്. ഉണരുമായിരിക്കില്ലേ? എന്താ നേരത്തെ കമൻറ്റിൽ പറഞ്ഞ പോലെ എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല. കഴിഞ്ഞ സീസണിൽ മറ്റേ ഒമർ ലുലു മറ്റേ ഡോക്ടർ റോബിനൊക്കെ വന്നില്ലായിരുന്നു. ആരാ വന്ന് എനിക്ക് അങ്ങനെ എന്തോ തോന്നി, ഞാൻ കണ്ടിട്ടില്ല. അതേപോലെ ആവാതിരുന്നാൽ മതിയായിരുന്നു. എന്തായാലും നമുക്കിന്ന് കാത്തിരുന്ന് കാണാം. വൈൽഡ് കാർഡ് വരട്ടെ, പവർ വരട്ടെ, വരുമായിരിക്കും. നമുക്ക് പിന്നെ കാണാം. ബൈ.